ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നമ്മുടെ വിളമീൻ എടുത്ത് വെച്ചിട്ടുണ്ട്. 2 എണ്ണം വറക്കാനും ബാക്കിയുള്ളത് കറി വെക്കാനും മാറ്റി വെച്ചിട്ടുണ്ട്. നല്ല കട്ട് ചെയ്ത് ക്ലീനാക്കി കുട്ടപ്പനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി ഇതെല്ലാം കൂടെ അരച്ച് പേസ്റ്റാക്കി തേച്ച് വറക്കാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ. നല്ല ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് നിങ്ങളെ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടെ ചതച്ചെടുക്കാം. കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കറി വെക്കാനുള്ള പീസാണിത്. ഇതെല്ലാം കൂടെ ചതച്ചെടുത്ത് വന്നിട്ടുണ്ട് ഞാൻ. ഇതിൽ കുറച്ച് നമുക്ക് മീൻ വറക്കാനുള്ളതും കുറച്ച് നമുക്ക് മീൻ കറിക്കായിട്ടും എടുക്കാവേ. എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. മീൻ വറക്കാൻ ചതച്ച് തന്നെ എടുക്കാം. കറിക്ക് നമുക്ക് അരിഞ്ഞു വേണമെങ്കിലും ചേർത്താൽ മതി. അപ്പോൾ ഞാൻ എടുത്തപ്പോൾ രണ്ടും കൂടെ ഒന്നിച്ചങ്ങ് എടുത്തെന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്കും എളുപ്പത്തിന് ഇങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇത്രയും സാധനങ്ങളും ഇട്ട് നന്നായിട്ട് മീൻ പുരട്ടി വെക്കാം. ഉപ്പിട്ടിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി നല്ല എരിവുള്ള മുളക് പൊടിയാണേ. പിന്നെ നമ്മൾ പച്ചമുളകും കൂടെ അരച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ ആ എരിയൊക്കെ കാണും. നന്നായിട്ട് പുരട്ടിയെടുക്കാം. മീനിൻ്റെ ഉൾഭാഗത്തേക്കെല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചെടുക്കാം. കരിമീനല്ല, ഇത് വിളമീനാണേ. കണ്ടാൽ കരിമീൻ പോലൊക്കെ ഇരിക്കും. ഇത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് കാണിച്ചു തരാവേ. നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് മാറ്റി വെക്കാം. നമുക്കിനി മീൻ കറി വെക്കാനുള്ള പരിപാടികൾ തുടങ്ങാം. നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് അത് മാറ്റി വെച്ചു. ഇനി നമുക്ക് ഗ്യാസ് ഓണാക്കി ഒരു ചെറിയ ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടാകുമ്പോൾ പതിവ് പോലെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചുവന്നുള്ളി ഇത്രയും സാധനങ്ങൾ കൂടെ ചേർത്ത് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് നന്നായിട്ട് മൂത്ത് വരട്ടെ. അത് നന്നായിട്ട് മൂത്ത് വരുമ്പം 1 ടീസ്പൂൺ മുളക് പൊടി. തേങ്ങ അരച്ച് മീൻകറി ആട്ടോ നമ്മൾ വെക്കാൻ പോകുന്നത്. അതും കൂടെ ഒന്ന് മൂത്ത് വരട്ടെ. മുളക് പൊടി, മല്ലിപ്പൊടിയും നന്നായിട്ട് മൂത്ത് വന്നിട്ട് അതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം. ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പുളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ചെറിയ പുളിയാണ് കേട്ടോ, അതുകൊണ്ടാണ് 4-5 കഷ്ണം എടുത്തിരിക്കുന്നത്. വലിയ പുളിയാണെങ്കിൽ 2 കഷ്ണമൊക്കെ മതിയായിരിക്കും. ഇതിപ്പോൾ തീരെ ചെറിയ കുഞ്ഞു പുളിയാണേ. നന്നായിട്ട് ഇളക്കി കൊടുത്തു. നമുക്കിനി ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. തേങ്ങ അരച്ച മീൻ കറി ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ തിളപ്പിക്കാനൊന്നും നിൽക്കാൻ. ഇത് രണ്ടും കൂടെ ഒന്നിച്ചിരുന്നങ്ങ് തിളച്ചോളും. മീൻ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെക്കാമേ.
മീൻ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുത്തിട്ട് തവി വെച്ചിട്ടൊന്ന് നികത്തിയൊക്കെ ഇട്ട് കൊടുക്കാം. വെള്ളം എല്ലാ ഭാഗത്തേക്കും എത്താൻ വേണ്ടിയിട്ട്. വെള്ളത്തിനകത്തൊന്ന് മുങ്ങിക്കിടക്കണം മീനെല്ലാം ഒന്ന്. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇനി നമുക്ക് അടച്ച് വെക്കാമേ. അടച്ച് വെച്ചപ്പോഴാണ് ഓർത്തത് ഉലുവാപ്പൊടി ഇട്ടില്ലല്ലോ എന്ന്. അപ്പോൾ ഉലുവാപ്പൊടിയും കൂടെ അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. ഇളക്കമൊന്നും വേണ്ട, തിളയ്ക്കുമ്പോൾ അതെല്ലാ ഭാഗത്തേക്കും ആയിക്കോളും. അപ്പോൾ ദേ മീൻ വറക്കാൻ വേണ്ടിയിട്ട് ഒരു ഇരുമ്പിൻ്റെ ചട്ടി വെച്ചിട്ടുണ്ട്. നമ്മുടെ മീൻ ഇവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട്. ഉപ്പും മുളകൊക്കെ പിടിച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ചട്ടിയിൽ. മീനും കൂടി ഇട്ട് കൊടുത്തു. അടുത്ത മീനും കൂടി ഇട്ട് കൊടുക്കാം. 2 മീനാണ് കേട്ടോ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള മീനാണേ. രണ്ട് മീനും കൂടി ഇട്ട് കൊടുത്തു. നമുക്കിനി അടച്ച് വെക്കാം. ഒന്ന് തുറന്ന് നോക്കാം 5 മിനിറ്റ് കഴിഞ്ഞിട്ട്. ചട്ടകം വെച്ചൊന്ന് ഇളക്കി നോക്കാം, ഇളകി വരുന്നുണ്ടോ, മൂത്തോന്നൊക്കെ. ഇല്ല, മൂത്തില്ല. നമ്മുടെ മീൻ ഇനി മൂക്കാനുണ്ട്. വീണ്ടും അടച്ച് വെക്കാം. മീൻകറി തുറന്ന് നോക്കാം. നല്ല തിള വന്നിട്ടുണ്ട്. വീണ്ടും അടച്ച് വെക്കാം. ഒന്ന് പറ്റട്ടെ മീൻകറി. ഇത് കറിയൊന്നുമല്ല കേട്ടോ, കല്ലൂസ് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർക്കുള്ള കുറുക്കാണിത്, ഏത്തയ്ക്കപ്പൊടിയുടെ കുറുക്ക്. ഒരേ സമയം ഞാൻ 3 പരിപാടികളിലൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ. മിക്ക സമയത്തും ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ മീൻ മൂത്ത് വന്നിട്ടുണ്ട്. അത് തിരിച്ചിട്ട് കൊടുക്കാം. രണ്ട് മീനും നമുക്കങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം. ഈ പഴയ പോലെ തന്നെ അടച്ച് വെക്കാം. വീണ്ടും നമുക്ക് മീൻകറി തുറന്ന് നോക്കാം. മീൻകറി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. നമ്മുടെ കല്ലൂസിൻ്റെ ഏത്തയ്ക്കപ്പൊടിയുടെ കുറുക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് തേങ്ങ അരച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. ലേശം വെള്ളം കൂടെ ഒഴിച്ചൊന്ന് കറക്കി ചുറ്റിച്ച് വെക്കാം. ഒറ്റയ്ക്കുള്ളതുകൊണ്ടാണ് കേട്ടോ ഈ എല്ലാം കൂടെ ഒരുമിച്ച് ഒരേപോലെ ഞാൻ ചെയ്യുന്നത് കേട്ടോ. നമുക്ക് എല്ലാ പണികളും തീർക്കണമല്ലോ, പിള്ളേരെ നോക്കണം, എല്ലാവർക്കും ഫുഡ് കൊടുക്കണം. അപ്പോൾ ചട്ടി ഒന്ന് കറക്കി എടുത്ത് വെച്ചിട്ട് വരാവേ. അത് കാണിക്കാൻ പറ്റത്തില്ല, കാരണം ക്യാമറയും പിടിച്ച് ഇതെല്ലാം കൂടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതെ കറക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് അടച്ച് വെക്കാം. അപ്പോൾ അതെ നമ്മുടെ മീൻ മൂത്ത് സെറ്റായിട്ടിരിപ്പുണ്ട്. കറി നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. തേങ്ങ അരച്ചിട്ട് ഒത്തിരി ഇട്ട് തിളപ്പിച്ച് കുറുക്കിയൊന്നും എടുക്കണ്ട. കറി നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഒന്ന് നല്ലൊരു തിള വന്നാൽ മതി തേങ്ങ ചേർത്തതിന് ശേഷം കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. മീൻ കറി, മീൻ വറുത്തതൊക്കെ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്. നമ്മുടെ മീൻ വറുത്തത് ഒന്നുകൂടെ നല്ല വെട്ടത്തിൽ കാണിച്ചു തരാം കേട്ടോ. നല്ല സെറ്റായിട്ടിരിപ്പുണ്ട്.